ആപ്പിൾ സെപ്റ്റംബർ ഇവന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ആപ്പിൾ ലവേഴ്സിനും വലിയൊരു ആഘോഷം തന്നെയാണ്. കാരണം ഈ ഒരു ഇവൻറ്റിൽ നമുക്ക് ഐഫോൺസ്, ആപ്പിൾ വാച്ച്, എയർപോഡ്സ് എന്നിങ്ങനെ എല്ലാ പ്രൊഡക്റ്റുകളും ലഭിക്കുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയ റിപ്പോർട്ടും ലീക്സും ഈ ഒരു വീഡിയോയിലും ഞാൻ സംസാരിക്കുന്നുണ്ട്. സോ എന്തായാലും ഫുള്ളായിട്ട് കാണുക. ഇതേപോലുള്ള അടിപൊളിക്കാരനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു എവിക്ക. നമ്മുടെ ഒന്നാമത്തെ പ്രൊഡക്റ്റാണ് ഐഫോൺ 16 എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസിൻ്റെ ലുക്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഡിസൈൻ ചേഞ്ച് ആപ്പിൾ കൊടുക്കുന്നുണ്ട്. ആൻഡ് കളേഴ്സിലേക്ക് നോക്കുമ്പോൾ 15 സീരീസിൽ ഒരു പേസ്റ്റൽ കളേഴ്സ് ആണെങ്കിൽ 16ലേക്ക് വരുമ്പോൾ സോളിഡ് ആൻഡ് വിവിഡ് കളേഴ്സാണ് വരാൻ പോകുന്നത്. അത്യാവശ്യം നല്ലൊരു കോൺട്രാസ്റ്റ് കളേഴ്സ് ഈ പറഞ്ഞ 16 സീരീസിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഈ പറഞ്ഞ മോഡലിൽ മാത്രമല്ല ബട്ടൺസിലും ആപ്പിൾ കുറേയധികം ചേഞ്ച് വരുന്നുണ്ട്. നമ്മുടെ മ്യൂട്ട് അലേർട്ടില്ലേ അല്ലെങ്കിൽ സ്ലൈഡ് അലേർട്ടില്ലേ, അത് മാറ്റിക്കൊണ്ട് ഈ പറഞ്ഞ ആക്ഷൻ ബട്ടൺ റീപ്ലേസ്ഡ് ആവും. അതേപോലെ എല്ലാവരും കാത്തിരിക്കുന്ന ക്യാപ്ചർ ബട്ടണും ഈ പറഞ്ഞ ഐഫോൺ 16 സീരീസിലേക്കും വരുന്നുണ്ട്. ഡിസ്പ്ലേ സൈസിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു 6.1 ആൻഡ് 6.7 ഇഞ്ചിൻ്റെ ആ ഒരു സെയിം ഡിസ്പ്ലേ തന്നെയായിരിക്കും ഈ ഒരു വട്ടം ഐഫോൺ 16 സീരീസിൽ വരാൻ പോകുന്നത്. നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റാണ് ഐഫോൺ 16 പ്രോ ലൈനപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസിലും പേടിക്കേണ്ട, വിഷ്വലി ഒരു തേങ്ങയും ആപ്പിൾ മാറ്റിയിട്ടുള്ള 11 പ്രോ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ 16 പ്രോയും ലുക്സിൽ കാണാനുള്ളത്. പക്ഷേ ഇവിടെ ക്യാമറ, അതേപോലെ ബാറ്ററി, പിന്നീട് നമ്മുടെ പെർഫോമൻസ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ആപ്പിൾ ചേഞ്ച് വരുന്നുണ്ട്. ഇനി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അൾട്രാ വൈഡിൽ 48 മെഗാ പിക്സലിലെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മുടെ 15 പ്രോയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു 5x ടെലിഫോട്ടോ ക്യാമറ സിസ്റ്റം ഈ പറഞ്ഞ പ്രോ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ 16 പ്രോ ലൈനപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് നേരത്തെ 16 സീരീസിൽ പറഞ്ഞ പോലെ ആക്ഷൻ ബട്ടണും ക്യാപ്ചർ ബട്ടണും ഈ പറഞ്ഞ 16 പ്രോ ലൈനപ്പിലുണ്ട്. ആൻഡ് ക്യാപ്ചർ ബട്ടണിൽ നമ്മുടെ പ്രഷറല്ല, സെൻസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ക്യാമറയിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ നമ്മൾ സ്വൈപ്പ് അപ്പും സ്വൈപ്പ് ഡൗണും ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ക്യാമറ സൂം ഇന്നും സൂം ഔട്ടും ആവും. ആൻഡ് ക്ലിക്കിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാനും പറ്റും. അങ്ങനെ ഓപ്ഷൻസാണ് ഈ പറയുന്ന പ്രോ സീരീസിൽ വരുമെന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ആൻഡ് ഫിനിഷിങ്ങിലും ആപ്പിളിലെ ഈ പറഞ്ഞ കളറിലും കുറച്ചധികം വ്യത്യാസം വരുന്നുണ്ട്. ഇത്രയും നാളും പ്രോ സീരീസിൽ കണ്ട യൂഷ്വൽ കളേഴ്സ് ആയിരിക്കില്ല. വൈറ്റ്, ഗ്രേ, ഡാർക്ക് ബ്ലാക്ക് ആൻഡ് ഒരു പുതിയ കളർ കൊണ്ട് വരുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് ഡെസേർട്ട് ടൈറ്റാനിയം. ഈ ഒരു പേര് വരാനുള്ള കാരണം തന്നെ ആ ഒരു ടൈറ്റാനിയം ഫിനിഷിൽ ഒരു ഗോൾഡ്, പ്യുവർ ഗോൾഡ് ഫിനിഷ് ആയിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. അല്ലെങ്കിൽ ബ്രൗണിഷ് ഗോൾഡ് ഫിനിഷ് ആയിരിക്കും ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. ലാസ്റ്റ് ഇയറിൽ വന്ന ആ ഒരു ബ്രഷ്ഡ് എഫക്റ്റ് ആയിരിക്കും. ബ്രഷിങ് കൊണ്ട് നമ്മൾ ജസ്റ്റ് പെയിൻറ് അടിച്ച പോലത്തെ ഒരു എഫക്റ്റ് ആയിരിക്കില്ല ഈ പറഞ്ഞ 16 പ്രോയിൽ വരാൻ പോകുന്നത്. അത് കുറച്ചും കൂടെ റിഫൈൻഡ് ആക്കി കുറച്ചും കൂടെ പോളിഷ് ആയിരിക്കും ഈ ഒരു വട്ടം ഐഫോൺ 16 പ്രോ സീരീസിൽ ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. ആൻഡ് പവർ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം A18 പ്രോ ആയതുകൊണ്ട് തന്നെ ആപ്പിൾ ഇൻ്റലിജൻസും ബാക്കി പെർഫോമൻസും അറ്റ് ദ പീക്കായിട്ട് നമ്മുടെ ഐഫോൺ 16 പ്രോ സീരീസിൽ നമുക്ക് ലഭിക്കും. നമ്മുടെ മൂന്നാമത്തെ പ്രൊഡക്റ്റാണ് ആപ്പിൾ എയർപോഡ്സ് 4th ജനറേഷൻ എന്ന് പറയുന്നത്. ഇത്രയും നാൾ നമ്മൾ കണ്ട ആ ഒരു ജനറേഷന് കുറച്ചൊരു വ്യത്യാസം ഈ പറഞ്ഞ എയർപോഡ്സിനുള്ളതാണ്. കാരണം 4th ജനറേഷൻ എയർപോഡ്സിൽ തന്നെ 2 കാറ്റഗറി ഉണ്ടാവും. ഒന്ന് ലോ എൻഡും, 2 ഹൈ എൻഡും. ഇത് പ്രോ സീരീസ് ആയിട്ടുള്ള കമ്പാരിസൺ അല്ല, ഈ പറയുന്ന നോൺ പ്രോ സീരീസ് തന്നെ 2 വേരിയൻറ്റ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ ഒരെണ്ണം ലോ വേരിയൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 3rd ജനറേഷൻ കൊടുക്കുന്ന എല്ലാ ബേസിക് നീഡിറ്റിയും ഈ പറഞ്ഞ 4th ജനറേഷനും കൊടുക്കും. അതും ലോവർ പ്രൈസിലായിരിക്കും. നമുക്ക് ഇപ്പോൾ കിട്ടുന്നതിനെക്കാട്ടും വില കുറഞ്ഞ ഒരു എന്താ പറയുക എയർപോഡ്സ് ലൈറ്റ് എന്നൊക്കെ പറയാൻ പോകുന്ന ഒരു വില കുറഞ്ഞിട്ടുള്ള ഒരു എയർപോഡ്സ് നമുക്ക് കിട്ടും. ഇനി ഹൈ എൻഡ് എയർപോഡ്സിൽ ആപ്പിൾ എയർപോഡ്സ് പ്രോയിൽ കൊടുക്കുന്ന ഫീച്ചേഴ്സ്, സേ ഫോർ എക്സാമ്പിൾ ANC, അതേപോലെ ലോ ലേറ്റൻസി, ഇങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ എയർപോഡ്സ് 4th ജനറേഷൻ ഹൈ എൻഡിൽ കിട്ടും. ആൻഡ് ഈ പറയുന്ന ഗസ്റ്റേഴ്സൊക്കെ ഇല്ലേ, ആ ഗസ്റ്റേഴ്സ് ചിലപ്പോൾ ഈ പറയുന്ന ആപ്പിൾ എയർപോഡ്സ് 4th ജനറേഷൻ്റെ ഹൈ എൻഡ് വേരിയൻറ്റിലായിരിക്കും വരാൻ പോകുന്നതും നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുണ്ട്. ആൻഡ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു USB-Cയിലാണ് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് സിംഗിൾ ചാർജിൽ എല്ലാ പ്രോഡക്ട്സും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫൈൻഡ് മൈ നെറ്റ്വർക്കിൽ ഈ പറഞ്ഞ സൗണ്ടും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ആൻഡ് അത്യാവശ്യം നല്ല പ്ലേ ബാക്ക് ടൈമും ഈ പറയുന്ന പുതിയ കേസിൽ ലഭിക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഇനി
വരും വരാതിരിക്കും എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് ആപ്പിൾ എയർപോഡ് മാക്സ് സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി വലിയ കരക്കമ്പികളോ ലീക്സോ റൂമേഴ്സോ ഇല്ല. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഒരു കൊല്ലമെങ്കിലും ആപ്പിൾ ഒരു സെക്കൻഡ് ജനറേഷൻ ഓഫ് എയർപോഡ് മാക്സ് റിലീസ് ചെയ്യും വിത്ത് ഹോൾ ന്യൂ കളേഴ്സ് ആൻഡ് ഈ പറഞ്ഞ USB-C എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഈ ഒരു റിപ്പോർട്ട് എത്രത്തോളം ഉറപ്പിക്കാൻ പറ്റും എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അതിനെപ്പറ്റി വലിയ റിപ്പോർട്ട്സോ റിസർച്ചോ ഇപ്പോഴും വന്നിട്ടില്ല. നമ്മുടെ അടുത്ത പ്രൊഡക്റ്റാണ് ആപ്പിൾ വാച്ച് സീരീസ് 10 എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റോടെ ആപ്പിൾ വാച്ച് ആ ഒരു മൈൽ സ്റ്റോൺ കൂടെ അച്ചീവ് ചെയ്യാണ്. 10th ആപ്പിൾ വാച്ച് ഈ വരുന്ന സെപ്റ്റംബറിലാണ് ലഭിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ കുറച്ച് മാറ്റങ്ങൾ ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസാണ്. നേരത്തെ നമുക്ക് വന്നിരുന്ന 41 and 45 mm മാറ്റിക്കൊണ്ട് 45 and 49 എന്നുള്ള സൈസിലേക്ക് ആപ്പിൾ വാച്ചിനെ ജമ്പ് ചെയ്യിക്കും. ഇപ്പോൾ 49 സീരീസ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്ര മാത്രമേ ഉള്ളൂ. ആ സെയിം ഡിസ്പ്ലേ സൈസിലേക്ക് നമ്മുടെ ബേസിക്കായിട്ട് കിട്ടുന്ന ആപ്പിൾ വാച്ച് സീരീസ് 10 മാറും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഡിവൈസിൽ വിഷ്വലി വലിയ ചേഞ്ചസ് ഉണ്ടാവില്ല. പക്ഷേ സ്പീക്കറിൽ ഒരു ഡ്യുവൽ ഗ്രിൽ സ്പീക്കേഴ്സ് വരും. കാരണം ബെറ്റർ ആയിട്ടുള്ള ഓഡിയോയും അതേപോലെ ഹിയറിങ്ങിനുമാണ് ഈ പറഞ്ഞ ഡ്യുവൽ ഗ്രിൽ സ്പീക്കേഴ്സ് ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് കുറച്ചധികം പുതിയ വാച്ച് ഫേസസ് സ്പെഷ്യലി ഫോർ ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് 10 ലഭിക്കുന്നതാണ് റിപ്പോർട്ട്. കാരണം മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഡിവൈസിന് മാത്രം ഈ പറഞ്ഞ കുറച്ചധികം വാച്ച് ഫേസും ആപ്പിൾ കൊടുക്കും. ആൻഡ് ഈ പറഞ്ഞ ഡിവൈസിൽ വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. ഒന്ന്, സ്ലീപ്പ് ആപ്നിയ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന ആ ഒരു കാര്യം ആപ്പിൾ വാച്ച് സീരീസ് 10 വരും. അതേപോലെ തന്നെ ഈ ഒരു കാര്യം നമുക്ക് എത്രത്തോളം പ്രാക്ടിക്കലി ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട് എന്നറിയില്ല. പക്ഷേ അതിൻ്റെ പുറകിൽ കുറേ കൊല്ലങ്ങളുള്ള വർക്കൗട്ട് ആപ്പിൾ ചെയ്യുന്നുണ്ട്. അതാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്, BP. അതിൻ്റെ കാര്യം ആപ്പിൾ ഇപ്പോൾ കൊണ്ടുവരും എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. പക്ഷേ അത് ഈ കൊല്ലമാണോ അടുത്ത കൊല്ലമാണോ എന്ന് മാത്രമാണ് ചെറിയ ഡൗട്ട്. കാരണം ആപ്പിളിൻ്റെ ബ്ലഡ് ഓക്സിജൻ്റെ പേരിൽ കുറച്ച് പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ അത് ഒന്നും കൂടെ ഫണ്ടമെൻ്റലായിട്ട് പഠിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ആ ഒരു 50-50 ചാൻസിൽ കിട്ടുന്ന റിപ്പോർട്ട്. ഇനി അടുത്തൊരു വാച്ചാണ് ആപ്പിൾ വാച്ച് അൾട്ര 3rd ജനറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു വാച്ച് ഏറ്റവും ആപ്പിൾ വാച്ച് സീരീസിലെ റഗഡും അതേപോലെ നല്ല രീതിക്ക് വിറ്റഴിയുന്ന ഒരു പ്രൊഡക്റ്റും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൊല്ലവും സീരീസ് 3 ആപ്പിൾ വാച്ച് അൾട്ര ഇറക്കുന്നുണ്ട്. പക്ഷേ വേറെ ലുക്കിൽ വിഷ്വലി വേറെ ഒരു മാറ്റവും കൊണ്ടുവന്നില്ല. സെയിം ആ ലുക്ക് തന്നെ ആയിരിക്കും. പക്ഷേ ഒരു പുതിയ കളറ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഡാർക്ക് സ്പേസ് ബ്ലാക്ക് എന്ന് പറയുന്നത്. ഈ പറയുന്ന സ്പേസ് ബ്ലാക്ക് കളർ മാത്രമായിരിക്കും വരുന്ന ഒരു വിഷ്വൽ ലുക്ക് ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പ്രോഡക്റ്റ് ഉണ്ട്. അത് ഈ പറയുന്ന 50-50 ചാൻസ് ആണ് ആപ്പിൾ വാച്ച് സീരീസ് 3 SC എന്ന് പറയുന്നത്. SC3യിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് ഫാമിലി ആൻഡ് ചിൽഡ്രൻസിനാണ്. നിങ്ങൾ ഏത് ആപ്പിൾ വാച്ചിൻ്റെ ഈ പറഞ്ഞ സീരീസ് SCയുടെ നോക്കിയാലും മനസ്സിലാവും ഫാമിലി ആൻഡ് ചിൽഡ്രൻസിനാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് നന്നായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ആപ്പിൾ ഈ ഒരു വട്ടം ഈ പറയുന്ന പ്ലാസ്റ്റിക് ബോഡിയിലേക്ക് SC 3rd ജനറേഷൻ കൊണ്ടുവന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ക പറയുകയാണെങ്കിൽ iPhone 5Cയുടെ ആ ഒരു പ്ലാസ്റ്റിക് വൈബ് നമുക്ക് ഈ പറയുന്ന ആപ്പിൾ വാച്ച് സീരീസ് 3 SC ജനറേഷനിലും ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഡിസ്പ്ലേ സൈസുകളും അതേപോലെ പെർഫോമൻസ് ബൂസ്റ്റും എല്ലാ കാര്യങ്ങളും വരുന്നുണ്ടെന്നാണ് നമുക്കിടുന്ന റിപ്പോർട്ട്. ഇനി ഈ ഒരു ഇവൻറ്റ് എപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് നടക്കാൻ പോകുന്നത് വെച്ചാൽ സെപ്റ്റംബർ 10 ആയിരിക്കും ആപ്പിൾ ഇവൻറ്റ് നമുക്ക് നടക്കാൻ പോകുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ രാത്രി 10:30 ഈ ഒരു ഇവൻറ്റും നമുക്ക് വരാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ അടിപൊളിയായിട്ട് നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി ഏതൊക്കെ പ്രോഡക്റ്റുകൾ വരുമെന്ന് നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. അതേപോലെ പുതിയ പുതിയ കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും എല്ലാം നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മളവിടെ ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ആൻഡ് വാട്സ്ആപ്പ് ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഹോൾ വീഡിയോ. This is Abid Xavier signing from Avica and have a nice day.